ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫ്രീ ആയിട്ട് സേഫ് ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന, അതായത് ഫോളോവേഴ്സ്, ലൈക്സ്, വ്യൂസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതിയ വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫ് ആണ്. കാരണം എന്താണെന്നറിയോ, ഒറിജിനൽ അക്കൗണ്ട് നമ്മൾ എങ്ങും ലോഗിൻ ചെയ്യുന്നില്ല. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിലോട്ട് സേഫ് ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കിടിലം വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് ലാക്കാക്കാത്ത വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെന്ന് വെച്ചാൽ ഇപ്പോഴാണ് മച്ചാന്മാരെ ഞാൻ ഡെയിലി വീഡിയോ കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ ഒരു വീഡിയോ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എന്തായാലും ഒരു 100-800 വ്യൂസൊക്കെ വരുന്നുണ്ട് എൻ്റെ വീഡിയോയ്ക്ക്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പക്ഷേ അവരൊന്നും ലൈക്ക് അടിക്കുന്നില്ലെന്നുള്ളതാണ്. മച്ചന്മാരെ, നിങ്ങൾ ലൈക്ക് അടിക്കുക, എല്ലാവരും ലൈക്ക് അടിക്കുക. പിന്നെ കമൻറ്റ് എഴുതിയിടുക. നിങ്ങളുടെ യൂസർ നെയിം കൊടുത്തുകൊണ്ട് കമൻറ്റ് എഴുതിയിടുകയാണെന്നുണ്ടെങ്കിൽ, യൂസർ നെയിം മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു കമൻറ്റ് ഇടുക ഈ വീഡിയോയ്ക്ക്. അങ്ങനെയാണെങ്കിൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫോളോസ് കാര്യങ്ങളൊക്കെ കയറിത്തരാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, വീഡിയോയ്ക്ക് റിയാക്ഷൻ നല്ല രീതിയിൽ നടത്തുക. നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ കമൻറ്റ്സ് ആണ് എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം മച്ചാന്മാരെ, ഈ ഒരു ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടുന്ന ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ബ്രോ ഈ താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ എന്തുവാ, ഫോളോസ് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്തുവാന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോകും. അവിടെ എൻ്റെ ഒരു വീഡിയോ ഷോ ആവും. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കുറഞ്ഞ രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ലൈക്സ്, വ്യൂസ് എല്ലാം ഓക്കെ 10 രൂപയ്ക്ക് വരെ കൂട്ടാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ മേളിൽ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്, ബ്ലാക്ക് ബോക്സ്. അതാണ് ഫ്രീ ആയിട്ട് ഫോളോസ് കിട്ടുന്ന സ്ഥലം. ആ ഒരു ബ്ലാക്ക് ബോക്സ് ഓപ്പൺ വെബ്സൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോഴും യൂട്യൂബിൽ പോകും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയും, ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ സൈഡിൽ കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, ആ ബെൽ നോട്ടിഫിക്കേഷനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണ്, ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ ഇനി ജസ്റ്റ് താപ്പോട്ട് നീക്കി വരികയാണെങ്കിൽ ഇവിടെ കേരള ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ചാനലുണ്ട്. ആ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തിരിച്ച് നമ്മുടെ ക്രോമിലേക്ക് വരിക. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗോ ടു വെബ്സൈറ്റ് എന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗോ ടു വെബ്സൈറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്രോമിൻ്റെ ഏറ്റവും മേളിൽ തന്നെ 3 ഡോട്ട് ഉണ്ടല്ലോ, ഈ ക്രോമിൻ്റെ ഏറ്റവും മേളിൽ തന്നെ 3 ഡോട്ട് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക്, ഇത് തുർക്കി ഭാഷയാണ് ഈ സൈറ്റ്, അപ്പോൾ ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഈ ഒരു നീല ബട്ടൺ കണ്ടോ, അത് ലോഗിൻ ബട്ടൺ ആണ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു പേജിലേക്ക് വരും. ഞാൻ കാണിച്ചു തരാം. ഇതേപോലത്തെ പേജിലേക്കാണ്. യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരിക്കലും നമ്മളിവിടെ ലോഗിൻ ചെയ്യരുത്. ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യുന്നത്. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒറിജിനൽ അക്കൗണ്ട് സേഫ് ആയിട്ട് ഫോളോസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഞാൻ എന്താണ്, എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. ശേഷം ഞാൻ ഫേക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ. അപ്പം മച്ചാന്മാരെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാനോ ഒന്നും കഴിയില്ല. ഇൻസ്റ്റഗ്രാം ലോഗോ ഒന്നും എൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്നറിയോ, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ 2 ചാനലിൽ പോയി ഇൻസ്റ്റഗ്രാം എനിക്ക് കോപ്പിറൈറ്റ് തരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷേ 100% വർക്കിംഗ് ആയിട്ടുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യാറ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വ്യൂസും വരുന്നത് വീഡിയോയ്ക്കൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫേക്ക് അക്കൗണ്ട് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്തത്, ഫേക്ക് അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ യൂട്യൂബിൽ ഒരുപാടുണ്ട്. നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമല്ലോ, സിമ്പിൾ അല്ലേ ഇൻസ്റ്റഗ്രാം ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അറിയത്തില്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ബട്ടനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിൽ ഫോളോസ് കയറ്റി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ കൊടുത്തിട്ടുണ്ട് ഗായ്സ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ലോഗിൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫേക്ക് അക്കൗണ്ട് നിങ്ങൾ അതാണ്ട ഇതേപോലെ വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മച്ചാന്മാരെ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഇമെയിൽ വെച്ചാണെങ്കിൽ ആ ഇമെയിലിലേക്ക് ഒരു OTP പോകും. ആ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഇമെയിലിലേക്ക് OTP പോകും. അഥവാ ഫോൺ നമ്പർ വെച്ചാണെന്ന് വെച്ചോ ആ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. നമ്മുടെ ബാക്കി പേഴ്സണൽ കാര്യങ്ങളൊക്കെ സേഫാണ്. കാര്യം ഈ ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആ മെയിലിലേക്കായിരിക്കും ഈ OTP വരുന്നത്. സോ അത് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തോന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു സെക്യൂരിറ്റി ഓപ്ഷനാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടനകത്ത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏത്
മെയിലാണോ ഏത് ഫോൺ നമ്പർ വെച്ചിട്ടാണോ ഈ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് OTP വരും. സോ ഞാൻ എൻ്റെ മെസ്സേജ് എടുത്ത് നോക്കുകയാണ്. ഞാൻ ഫോൺ നമ്പർ വെച്ചിട്ടാണ് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. അതാണ്ട് ഇവിടെ വന്നിട്ടുണ്ട് നൗ എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ ഇത് വന്നിട്ടുണ്ട്, OTP വന്നിട്ടുണ്ട്. സോ ഞാൻ ആ OTP കോപ്പി ചെയ്യാണ്. OTP കോപ്പി ചെയ്ത് എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരികയാണ്. എന്നിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ആ OTP. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായില്ല. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് അക്കൗണ്ട് ഇല്ലേ, ഈ ഫോൺ നമ്പർ വെച്ചാണോ ഇമെയിൽ വെച്ചാണോ ആ ഫോൺ നമ്പറിലോട്ടോ അല്ലെ ആ ഇമെയിലോട്ടോ OTP വരും. നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഈ ഒരു പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്കിവിടെ വെരിഫൈഡ് ആവുന്നതാണ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ സെക്യൂരിറ്റി ഓപ്ഷനാണത്. നമ്മൾ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഓപ്ഷനാണത്. സോ നമ്മളിവിടെ ലോഡിങ് ആവുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ കൂട്ടാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ലൈക്സ് കൂട്ടാൻ പറ്റും. ലൈക്സ് കൂട്ടാൻ നേരത്തെ എന്തിൻ്റെ ലിങ്കാണ് നമ്മൾ കൊടുക്കേണ്ടത്? എന്തിൻ്റെ പറ? പോസ്റ്റിൻ്റെ ലിങ്ക്. നമ്മൾ ഇട്ടേക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കുന്ന ഏത് ഫോട്ടോയ്ക്കാണ് ലൈക്ക് കിട്ടുന്നത് ആ ഫോട്ടോയുടെ ലിങ്ക് കൊടുക്കുക. ഫോളോവേഴ്സ് കിട്ടാൻ നേരത്തെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? യൂസർ നെയിമാണ് കൊടുക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോവേഴ്സ് കൂട്ടാൻ പോകുന്ന ഒറിജിനൽ അക്കൗണ്ടിലല്ലേ, ഇൻസ്റ്റഗ്രാമിൽ ഒറിജിനൽ അക്കൗണ്ടിലല്ലേ, ആ ഒറിജിനൽ അക്കൗണ്ടിൽ ഫ്ലാഗ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ആക്കിയിരിക്കണം. എന്നാൽ ഈ സൈറ്റിൽ നിന്ന് ഫോളോവേഴ്സ് കിട്ടും. അതെങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഓഫ് ചെയ്തിട്ട് മാത്രം ഈ സൈറ്റിൽ നിന്ന് ഫോളോവേഴ്സ് ഓർഡർ ചെയ്യുക, എന്നാലേ കയറുള്ളൂ. ഫ്ലാഗ് റിവ്യൂ എങ്ങനെയാണ് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൽ ഓഫ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഫ്ലാഗ്ഡ് റിവ്യൂ ഓഫ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കാം. അത് കാണണം കേട്ടോ, തീർച്ചയായിട്ടും ഇത് കണ്ട് ഓഫ് ചെയ്തിട്ട് ഇത് ചെയ്യാവുള്ളൂ, എന്നാലേ ഫോളോസ് കയറും. അപ്പം ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഫോളോസിൻ്റെ ഐക്കൺ കണ്ടോ 245 എഴുതിക്കുന്നത്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വരണം. ഓക്കെ, ജസ്റ്റ് നമ്മൾ താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ കാണാൻ സാധിക്കും ഒരു ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സ് കൊണ്ട് അവരെന്ത് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ഇൻസ്റ്റഗ്രാമിലേക്കാണോ ഫോളോവേഴ്സ് കൂട്ടുന്നത് ആ ഒരു അക്കൗണ്ടിൻ്റെ യൂസർ നെയിം വേണം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ. സോ ഞാൻ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിലോട്ടാണ് ഫോളോസ് കൂട്ടുന്നത്. ഫ്ലാഗ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് വേണം ഒറിജിനൽ അക്കൗണ്ടിൽ ഫോളോസ് ചെയ്യാൻ, എന്നാലേ കയറുള്ളൂ. അതെങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. യൂസർ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ താഴെ കാണുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ആ പച്ച ബട്ടന് ഭാഷയൊന്നുമില്ല, അവിടെ തുർക്കി ഭാഷയാണ് എഴുതിയിരിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്താൽ സെൻഡ് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് ലോഡായി വരും. ഇതോടൊപ്പം ഒരുപാട് വെബ്സൈറ്റ് ഉണ്ടെന്നുള്ളതാണ്, അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ താപ്പോട്ട് നീക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഐക്കണൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഒറ്റ ക്ലിക്കിൽ 60ഓളം ഫോളോവേഴ്സാണ് കിട്ടാൻ പോകുന്നത്. ഇവിടെ 60 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴെ തന്നെ കാണുന്ന സ്റ്റാർട്ട് എന്നുള്ളൊരു പച്ച ബട്ടണുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും നമുക്കിവിടെ ഫോളോവേഴ്സും കാര്യങ്ങളും ഇൻക്രീസ് ആവാൻ തുടങ്ങും. ഫ്ലാഗ് റിവ്യൂ എങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ മലയാളി ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു ആപ്പിനെ കുറിച്ച് വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഞാൻ. കേരളക്കാരിറക്കിയ ഒരു ആപ്പാണ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മലയാളി ഫോളോവേഴ്സ് കിട്ടുന്ന ആപ്പ്, കിട്ടില്ല ആപ്പ്, ഒൺലി കേരള ഫോളോവേഴ്സ്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാഗ് റിവ്യൂ ഓഫ് ചെയ്യുന്നതിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് എന്നും നല്ല കമൻറ്റും കാര്യങ്ങളും ഇട്ടാലേ പിന്നെ വീഡിയോ ചെയ്യാനുള്ളൊരു മൂടെങ്കിലും എടുത്തുള്ളൂ. അപ്പോൾ ഇവിടെ ലോഡിങ് ആവുന്നുണ്ട്. ആണ് ജസ്റ്റ് ആപ്പോട്ട് നീക്കാൻ കാണാൻ സാധിക്കും. ഇവിടെ സെക്കൻഡ് കൂടുന്നുണ്ടോ മച്ചാന്മാരെ, 199 സെക്കൻഡായി. 11 ഫോളോവേഴ്സ് കയറി. ഇനി 60, ബാക്കി 50ഓളം ഫോളോവേഴ്സൂടെ കയറാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ പോയി ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് വരുന്ന കാണാൻ സാധിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫ്ലാഗ് റിവ്യൂ ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ ഇത് കയറിക്കോളും കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പ്രൂഫ് എടുത്ത് കാണിച്ചു തരായിരുന്നു. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഒരു വെബ്സൈറ്റ് നമ്മളൊരു ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഒരു വട്ടം ഫോളോവേഴ്സ് കൂട്ടിയാൽ പിന്നെ ആ സെയിം ഫേക്ക് അക്കൗണ്ട് വെച്ച് എപ്പോൾ കൂട്ടാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഒരു ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഒരു വട്ടം ഫോളോവേഴ്സ് കൂട്ടിയാൽ ആ സെയിം ഫേക്ക് അക്കൗണ്ട് വെച്ച് പിന്നെയും ഫോളോവേഴ്സ് കൂട്ടണമെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞേ പറ്റുള്ളൂ. അപ്പം തന്നെ പിന്നെയും കൂട്ടണമെങ്കിൽ പിന്നെ ഒരു ഫേക്ക് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് അങ്ങനെ ലോഗ് ഔട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ലോഗ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഈ ലാസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ഔട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ പോസ്റ്റിന് ലൈക്ക് കൂട്ടാം, റീൽസിന് ലൈക്സ് കൂട്ടാം, എല്ലാം കൂട്ടാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇതിലും നല്ല മികച്ച വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ വരാം. കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വന്ന് കമൻറ്റ് ഇട്ടിരിക്കണം. കൃത്യമായിട്ട് ചെയ്യണം. ഫ്ലാഗ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ആക്കിയിരിക്കണം. അപ്പം മച്ചാന്മാരെ ഇതിലും നല്ല മികച്ച വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അമൽ കൃഷ്ണൻ. ബൈ ഗായ്സ്.